നമ്മുടെ രാജ്യത്തിന് ഒരു പുതിയ പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത്. നമ്മൾ സമാധാനത്തോടെ ജീവിക്കുകയും സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്ന ഓരോ നിമിഷത്തിനും പിന്നിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നമ്മുടെ നാടിനെ കാക്കുന്ന ധീരരായ സൈനികരുണ്ട്. അച്ചടക്കവും ധൈര്യവും സേവന മനോഭാവവും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത്തരമൊരു സൈനിക പരിശീലന ക്യാമ്പിലേക്കാണ് ഇന്ന് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാണ് മിഷൻ തിരങ്ക. Guard, stand at ease. Platoon, attention! Yes, sir! ഇന്നത്തെ പരിശീലനം കായിക ശക്തി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനെയും സംരക്ഷിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതുമാണ്. Keep it up. We blink and the enemy wins. Together, over the top. Keep moving. Do not stop now. Push harder. Excellence is our only standard. Keep moving, brother. I'm right with you. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. എൻ്റെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. ഞാൻ ധീരരുടെ നാടായ പഞ്ചാബിൽ നിന്നാണ്. എൻ്റെ ധൈര്യം എൻ്റെ ഇന്ത്യക്ക് വേണ്ടിയാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ്. ഭാഷ വ്യത്യസ്തമായാലും നമ്മുടെ ഹൃദയമിടിപ്പ് ഒന്നാണ്, ഇന്ത്യ. ഞാൻ മഹാനായ ഛത്രപതി ശിവജിയുടെ നാടായ മഹാരാഷ്ട്രയിൽ നിന്നാണ്. എൻ്റെ രാജ്യത്തിൻ്റെ സംരക്ഷണം എൻ്റെ ഉത്തരവാദിത്തമാണ്. പല സംസ്ഥാനങ്ങൾ, പല ഭാഷകൾ, ഒരു രാജ്യം. ജയ് ഹിന്ദ്! അറ്റൻഷൻ സൈനികരെ, ഒരു അടിയന്തര സന്ദേശമുണ്ട്. 4 ഭീകരർ ഒരു കൂട്ടം സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അവരെ രക്ഷിക്കണം. മിഷൻ തിരങ്ക ഇപ്പോൾ ആരംഭിക്കുന്നു.
അഫർമേറ്റീവ് സാർ, എല്ലാവരും സുരക്ഷിതരാണ്. ഞങ്ങൾ വളരെയധികം പേടിച്ചു പോയി. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ അവർ. നന്ദി ധീര സൈനികരെ. നമ്മുടെ ശക്തിയും നമ്മുടെ ഐക്യമാണ്. നമ്മുടെ ധൈര്യം ഓരോ കുട്ടിയുടെയും സുരക്ഷയാണ്. നമ്മുടെ ത്രിവർണ്ണ പതാകയാണ് നമ്മുടെ അഭിമാനം. നമ്മുടെ ഇച്ഛാശക്തിയെ തകർക്കാൻ ആർക്കും സാധിക്കും. നാം പല ഭാഷകൾ സംസാരിച്ചേക്കാം, നാം പല സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കാം, എന്നാൽ നമ്മുടെ ഹൃദയം വിളിക്കുന്നത് ഒരേ ഒരു രാജ്യത്തിന് വേണ്ടിയാണ്, ഇന്ത്യ. ഒരു ദൗത്യം അവസാനിച്ചു. പക്ഷേ ഒരു സൈനികന്റെ ഉത്തരവാദിത്തം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ മണ്ണിനെയും ഈ നാടിന്റെ ഓരോ പൗരനെയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞയോടെ അവർ എന്നും മുന്നോട്ട് പോകും. ഈ പതാകയ്ക്ക് കീഴിൽ നമ്മൾ പലരല്ല, ഒരൊറ്റ ഇന്ത്യയാണ്. ജയ് ഹിന്ദ്.